ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഹോസ്പിറ്റലായതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നുമില്ല. നമ്മൾ ഫുഡ് വാങ്ങാൻ പോകുന്നതും കഴിക്കുന്നതും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പോകുന്നതൊക്കെ കാണിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു 6:30 ആയപ്പോഴേക്കും എഴുന്നേറ്റു കേട്ടോ. പല്ലൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞു. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ വാർഡിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. തൊട്ടടുത്ത വാർഡിൽ ഒരു 5-6 പേരുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തും ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ മോനും ഇതേ കുളിക്കാൻ പോയി. അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോകണം. അപ്പോൾ ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങണം. പിന്നെ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്യാൻ പോവാണ്. ഇവിടെ കേട്ടോ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അലക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, അലക്കാൻ പാടില്ല കേട്ടോ, കുത്തിപ്പിഴിയാനേ പാടുള്ളൂ. അപ്പോൾ വാഷ് ചെയ്ത് ഇവിടെ വിരിച്ചിട്ടു കേട്ടോ. മഴ വന്നിട്ടുണ്ടെങ്കിൽ ഓടി വരേണ്ടി വരും. അങ്ങനെ ഡ്രസ്സ് വാഷ് ചെയ്ത് ഞാൻ ഇഡ്ഡലി വാങ്ങാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് കേട്ടോ. അങ്ങനെ 8 മണിയായപ്പോഴേക്കും ഇഡ്ഡലി വന്നു. കട്ടൻ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ഞാൻ വാർഡിലെത്തിയിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. പിന്നെ പൊതിച്ചോറ് വരും, അത് വാങ്ങാൻ വേണ്ടി പോകണം. ഒരു 12 മണിയാകുമ്പോൾ അവിടെ പോയി ക്യൂ നിൽക്കണം കേട്ടോ. 1 മണിയാകുമ്പോഴേക്കും വരുള്ളൂ. കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷം 12 മണിയായപ്പോഴേക്കും വീണ്ടും പൊതിച്ചോറ് വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നത് തൊട്ടടുത്ത് വാടി കിടക്കുന്ന ഇതാണ് കേട്ടോ. അവരുടെ മോനെയാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഇത് 2 പൊതി കിട്ടി കേട്ടോ. 2 പൊതിച്ചോറ് കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത വാർഡിലുള്ളത്. ഈ കുട്ടിയുടെ പേര്, കുട്ടീയുടെ അമ്മേനെ കേട്ടോ അഡ്മിറ്റ് ഇരിക്കുന്നത്. സോഡിയം കുറഞ്ഞിട്ട് കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയേക്കാണ്. പിന്നെ ചക്ക വാങ്ങാനാണ് കേട്ടോ ഞങ്ങൾ പോയത്. മെഡിക്കൽ കോളേജിൻ്റെ പുറത്തുള്ള റോഡിൽ ചക്ക വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും സാമ്പിൾ നോക്കാനായിട്ട് ഓരോ ചുള തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ച് നോക്കി. നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ കിലോ 40 രൂപയാണ്. അങ്ങനെ ഞങ്ങളൊരു ചക്കയുടെ പകുതി വാങ്ങിച്ചു. അത് 3 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി അത് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്തെടുത്തു കേട്ടോ. ചക്ക വെട്ടി ചുളയാക്കി തന്നു. അങ്ങനെ ഞങ്ങളിത് അത് കൊണ്ടുവന്ന് കഴിച്ചു. നല്ല മധുരമുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞത് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് വാങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ട്. പിള്ളേർ പറഞ്ഞു അവർക്ക് പൊറോട്ട മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് മെഡിക്കൽ കോളേജിൻ്റെ പുറകുവശം, അതായത് ചക്ക വാങ്ങാൻ പോയില്ലേ അതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിലേക്ക് പോകണം കേട്ടോ. അവിടെ ആദ്യത്തെ കടയിൽ ചോദിച്ചിട്ട് അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത കടയിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങി തിരിച്ച് പോരുവാണ്. അപ്പോൾ പോരുന്ന വഴി റോഡിൻ്റെ സൈഡിലുള്ള വഴിയിൽ അവിടെ നല്ല കാട്ടുചേമ്പ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. കാട്ടുതാള്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനവിടെ രാവിലെ തുണി ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ എടുത്ത് മടക്കി എടുക്കണം. ഉണങ്ങിയിട്ടില്ല കേട്ടോ. രാവിലെ വിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൈഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി എടുത്ത് വീണ്ടും വാർഡിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു 7 മണിയായപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പൊറോട്ടയും ചിക്കൻ കറിയും കട്ടൻ കാപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് നേരത്തെ കണ്ട കുട്ടിയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ അവരും
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.